ഈ 1970-കളെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷങ്ങളും, ഒപ്പം 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നൊരു കാലഘട്ടമായിരുന്നു അത്. അഴിമതി, തൊഴിലില്ലായ്മ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. 75-ലെ അടിയന്തരാവസ്ഥ യിലേക്ക് എത്തിയ ആ ഒരു സാഹചര്യമായിരുന്നു അന്ന് രാജ്യത്തുണ്ടായിരുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഇന്ദിരാഗാന്ധിയെ ഇതിനെ നിർബന്ധിതരാക്കിയത്, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലവും സാഹചര്യവും? അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കേവലം ആ സമയത്തെ ഇപ്പോൾ അഴിമതി മാത്രമായിരുന്നില്ല. നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയ വികസന ശൈലിയുണ്ട്. അത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു കോപ്പിയായിരുന്നു ഏതാണ്ട്. പഞ്ചവത്സര പദ്ധതികളൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ കാലത്തെ വികസന പദ്ധതികൾ സത്യത്തിൽ പരാജയമായിരുന്നു. നെഹ്റുവിയൻ വികസന പദ്ധതി എന്ന് പറയുന്നത് തന്നെ പരാജയമായിരുന്നു. ആ പരാജയത്തിൻ്റെ തെളിവ് മറ്റെങ്ങും വേണ്ട, സോവിയറ്റ് യൂണിയനിൽ തന്നെ തേടിയാൽ മതി. അവിടെ ഈ പദ്ധതികളും വികസനം അവിടെ സ്വർഗരാജ്യമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് നമ്മൾ നേരിട്ട് കണ്ടത് ഒരാഴ്ചയും മറ്റും ക്യൂ നിൽക്കുന്നതാണ്, അല്പം ഭക്ഷണ പദാർത്ഥത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതാണ് കണ്ടത്. ഏതാണ്ട് അവിടുത്തെ രീതി തന്നെ ഇവിടെ കോപ്പി ചെയ്ത് പഞ്ചവത്സര പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫലം ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ 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 ചെറിയ അളവിലായിരുന്നു. ബാക്കി ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും പങ്കിട്ടെടുത്ത് വികസനത്തിൻ്റെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് സാധനം വരുന്നത് വളരെ ചെറിയ ശതമാനം, 5, 10, 15% വരുന്നത്. അങ്ങനെ ഒരു അഴിമതിയുടെ തുടർച്ച വന്നതിൻ്റെ പരിണാമമാണ് ഈ തൊഴിലില്ലായ്മ വരുന്നു, ആ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുന്നു, പൂഴ്ത്തിവയ്പുണ്ടാവുന്നു, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആൾക്കാർ കഷ്ടപ്പെടുന്നു. അവിടെ സോവിയറ്റ് യൂണിയനിൽ ഒരാഴ്ച നിന്നതുപോലെ ഒരു മാസത്തേക്ക് 1 കിലോ അരി വരെ കൊടുത്ത സന്ദർഭമുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ആയപ്പോഴേക്കും ഒരു മാസത്തേക്ക് റേഷൻ 1 കിലോ അരിയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞെന്നാൽ എങ്ങനെ അതുകൊണ്ട് ജീവിക്കാൻ പറ്റും? അത്തരം ഗതികെട്ട സാഹചര്യങ്ങളിൽ വീട്ടുപകരണങ്ങൾ വിറ്റ് ആൾക്കാർ ആഹാരത്തിന് വക തേടാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളെ വിറ്റത് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് മക്കളെ വിറ്റിട്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ ശ്രമിച്ച കാലം വരെയുണ്ട്. അപ്പോൾ അത്തരം ഒരു ഏറ്റവും ഗുരുതരമായ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം അഴിമതിയുടെ അങ്ങേയറ്റത്തേക്ക് കിട്ടുന്ന പണം മുഴുവൻ ചോർത്തിക്കൊണ്ടു പോകുന്നു. ആ അഴിമതിയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയ ഈ മാരുതി കുംഭകോണം എന്ന് പറയുന്ന സാധനം. സത്യത്തിൽ ചെറു കാറുകൾ, സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറു കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പദ്ധതിയായിരുന്നു. 60,000 രൂപയ്ക്ക്, അന്നത്തെ നിലയ്ക്ക് 60,000 രൂപയ്ക്ക് ഒരു കാറ്, ഡ്രൈവർ അടക്കം 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് ധാരാളം കമ്പനികൾ അതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുക, ടെൻഡർ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവസാനം ഇത് കിട്ടിയത് സഞ്ജയ് ഗാന്ധിക്കാണ്. വളരെ ചെറുപ്പക്കാരനായ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന പല കമ്പനികളും ഇതിനപേക്ഷിച്ചെങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല. മാരുതി ഉദ്योग ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ സഞ്ജയ് ഗാന്ധി ഉണ്ടാക്കിയ ഒരു സാധനത്തിനാണ് ഇതിൻ്റെ ലൈസൻസ് കിട്ടിയത്. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ വിശദീകരിക്കണ്ടല്ലോ, ഈ അഴിമതിയുടെ ഭാഗമാണ്. അതിനുവേണ്ടി ഈ കമ്പനിക്ക് വേണ്ടി കൈവിട്ട അനേകം അഴിമതി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ നിലയ്ക്ക് 2.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ഈ 10, 40, 50 കൊല്ലം മുൻപ് എന്ന് പറയുന്നത്. ഈ 2.5 കോടി രൂപയുടെ ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചു. നിയമവിരുദ്ധമായി അത് പാസ്സാക്കാനുള്ള നിർദ്ദേശം വന്നു, അത് കൊടുത്തില്ല. അത് ബാങ്ക് ചെയർമാൻ ഒരു തനൂജ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അത് തടഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് പുറത്താക്കി. ഒന്നത്. അതുപോലെ സോണിയ മെയ്നോ അന്ന് ഇവരുടെ കമ്പനിയുടെ ഒരു സീനിയർ പോസ്റ്റിൽ ഇരുത്തിയിട്ട് അവർ അന്ന് വിദേശ പൗരത്വം ഉള്ള ആളാണെന്ന് വിചാരിക്കണം, അതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ശമ്പളം കൊടുത്ത് അവരെ ഇരുത്തി. 300 ഏക്കർ സ്ഥലമാണ്, ബെൻസിലാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്, 300 ഏക്കർ സ്ഥലം നിയമവിരുദ്ധമായി പതിച്ചു നൽകി. ഇങ്ങനെ അധികാരം, കേന്ദ്രത്തിലെ ഇന്ദിരാഗാന്ധിയുടെ അധികാരം ഉപയോഗിച്ച് ഈ തരത്തിൽ, ഇത് അഴിമതിയുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെയുള്ള അനേകം അഴിമതികൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് സാധാരണക്കാരന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിലില്ലാതെയും കടന്ന് വിഷമിക്കുന്നു.